ക്ഷേത്ര ഉത്സവങ്ങളിലെ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്വാഗതാർഹമാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി പറഞ്ഞു. അണ്ടല്ലൂർ കാവിൽ നടന്ന മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി ഡിവിഷൻ ചെയർമാനായി അഡ്വക്കേറ്റ് കെ സത്യനും അംഗങ്ങളായി ടി ഉണ്ണികൃഷ്ണൻ, എം എൻ ഗോകുൽദാസ്, ടി സ്നേഹലത, കെ വി ബാലൻ, കെ ഗോപാലൻ മാസ്റ്റർ, പി പ്രഭാകരൻ എന്നിവർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എം.ആർ. മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷണർ ടി സി ബിജു, ഖാത്തി ബോർഡ് ചെയർമാൻ പി ജയരാജൻ, എൻ കെ രവി, എ പ്രദീപൻ, ടി കെ സുധി, പി നന്ദകുമാർ, പി കെ മധുസൂദനൻ, കെ ജനാർദ്ദനൻ, രാജൻ വേലാണ്ടി എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ഡിവിഷന് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് 2022-23 വർഷം സർക്കാർ അനുവദിച്ച ജീർണോദ്ധാരണ ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. സംബന്ധിച്ചിടത്തോളം ഭക്തരെ സംബന്ധിച്ചുള്ള ഒന്നാണ് എന്നതോടൊപ്പം തന്നെ നയനമനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ഓരോ ഉത്സവങ്ങളും അങ്ങനെയാണ്. ആ ഉത്സവങ്ങളുടെ മോടി ഒന്ന് ആശങ്കപ്പെട്ടു പോയി. എല്ലാവരും ഉത്സവങ്ങളുടെ മോടിയൊക്കെ കുറഞ്ഞു പോകും. എന്തായാലും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി ഉത്സവങ്ങൾ മോടിയോടുകൂടി തന്നെ നടത്താം എന്നൊരു നില വന്നിട്ടുണ്ട്. ഇവിടെ ഈ ആര് ക്ഷേത്രത്തിൽ നിന്നും 1 രൂപയും സർക്കാരിലേക്ക് അങ്ങോട്ട് നൽകാതെ സർക്കാരിന്റെ സഹായം ഇങ്ങോട്ട് സ്വീകരിച്ചാണ് 75% ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1400-ലധികം അമ്പലങ്ങളിൽ 1000-ലധികം അമ്പലങ്ങളും ഇങ്ങനെ സർക്കാർ സഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ജീവനക്കാരുടെ ശമ്പളത്തിനും ഇത് മലബാർ ദേവസ്വം ബോർഡ് അഭിമുഖീകരിക്കുന്ന ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കുറെ ക്ഷേത്രങ്ങളെങ്കിലും ഭേദപ്പെട്ട നിലയിൽ വരുമാനമുള്ളതാക്കി മാറ്റി സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളവയാക്കി മാറ്റുക. ഈ